السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد رسول الله. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. പരിശുദ്ധമായ തിങ്കളാഴ്ച രാവും പകലും ഒക്കെ കടന്നു വരുമ്പോഴേ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമല്ലേ, അതും പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവും പകലും മുത്തായ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ കരുണക്കടലായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുൽഹജ്ജിൽ ആദ്യവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിക്ർ ഏതെന്നറിയോ? ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നല്ലേ മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞത് ഇല്ലേ? ആ സംഭവം അറിയാമല്ലോ, ഞാൻ ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു തന്നുള്ളൂ അല്ലേ. മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ ഞാൻ എന്ത് ചോദിച്ചാലും കിട്ടാൻ എന്ത് ചെയ്യണം? ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിച്ചു വന്നാൽ ഒരു 33 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലോ മനസ്സറിഞ്ഞിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയണത് പോലെ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് മാത്രമല്ല, എനിക്ക് അല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യം. എനിക്ക് അല്ലാതെ ആരുമില്ല, കെട്ടിയോനുമില്ല, മക്കളുമില്ല, ഭാര്യയില്ല, ആരുമില്ല, ഉമ്മയില്ല, വാപ്പയില്ല, ഒന്നുമില്ല. ആത്യന്തികമായി എനിക്കുള്ളത് ആരാ? അല്ല ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുണ്ടാവും. അല്ല ഇല്ല എനിക്ക് ആരും ഉപകരിക്കൂല, ആരും ഉപകാരപ്പെടൂല അല്ലേ? അങ്ങനെയല്ലേ? നാളെ പരലോകത്ത് നിന്ന് നിൽക്കുമ്പോൾ ഈ മക്കളും ഉമ്മായും ബാപ്പായും അതുപോലെ തന്നെ ഭാര്യയും കുടുംബവും ഒക്കെ ഉപകരിക്കണമെങ്കിൽ അല്ല നമ്മുടെ കൂടെ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 31 ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ പരിശുദ്ധ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.
ഒരുപാട് വേദനകൾ നിറഞ്ഞ കൽബുമായി ഈ സദസ്സിലിരിക്കുന്നത് നീ ഖായിബാക്കല്ലേ അല്ലാ. നിന്നെ പ്രണയിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുൽഹജ്ജിൽ ആദ്യവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറഞ്ഞ പ്രാർത്ഥന അല്ലേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. അത് ഈ ദിക്ർ ധാരാളമാക്കുന്നതിലൂടെ നമുക്ക് ദുനിയാവിലും സമാധാനം, നാളെ ആഖിറത്തിൽ ചെന്നാൽ സ്വർഗത്തിൽ നമ്മുടെ പേരിൽ തോട്ടം ഉണ്ടാവുമെന്നാണ് ഇല്ലേ? ദുനിയാവിൽ ആഖിറത്തിൽ രണ്ടിടത്തും എനിക്കെൻ്റെ സമാധാനമുള്ള ജീവിതം കിട്ടണം എന്നുള്ള നെയ്യത്തിലൊന്ന് ചൊല്ലിക്ക്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. കരുണക്കടലായ റബ്ബേ, ഈ ചൊല്ലിയ പരിശുദ്ധമായ തസ്ബീഹ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകളെല്ലാം ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ അകറ്റണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യവത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യാന്നുള്ളത്. മനസ്സറിഞ്ഞ് നമുക്ക് ഒരുമിച്ചൊന്ന് സൂറത്തുൽ ഫജ്ർ ഓതാം. നല്ല ഇഖ്ലാസോടെ തജ്വീദോടെ മനസ്സറിഞ്ഞ് ഓതാൻ പറ്റാത്ത സഹോദരിമാര് കൽബ് കൊണ്ട് കേൾക്കുക കേട്ടോ. കൽബ് കൊണ്ട് ഓതുക, ചെവി കൊണ്ട് കേൾക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر
هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മൾ ഓതിയ അദ്കാറുകളും ഈ സൂറത്തുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുനിമിത്തം നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തിത്തരട്ടെ. മക്കളുടെ വിഷയം പറഞ്ഞവർ, മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, പ്രത്യേകിച്ച് നമ്മളൊരു ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യണം കേട്ടോ, ഒരിക്കലും തട്ടിക്കളയല്ലേ. കാരണം അത്രമേൽ പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മളെ കരുണക്കടലായ റബ്ബ് ചേർത്ത് പിടിക്കൂലേ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവൻ ദൂരീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ, ഇതിൻ്റെ ജവാബ് മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ. عبد القادر والمدد يا جيلاني باز الله أبا صالح يا صاحب البرهان الله 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 عليه توكلوا. امدادك يا جيلاني نظرة جيلانية أنت الباز رباني شيخ القادرية الله 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 عليه توكلوا.
امدادك يا رفاعي نظر رفاعي يا شيخي ابو العرج راعي احباب الصوفيه الله 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 عليه توكلوا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم കരുണക്കടലായ റബ്ബേ നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിന്റെ ഔലിയാഇന്റെയും ബറക്കത്ത് കൊണ്ട് യാ റബ്ബി ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പറഞ്ഞെന്താ? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മതി. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും മാറാൻ എന്ത് ടെൻഷൻ വരുമ്പോഴും ഹസ്ബി അല്ലാഹ് ആ ബോധ്യത്തിൽ പറയണം. വെറുതെ ഇങ്ങനെ വാഗൊണ്ട് ചൊല്ലാന്നല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഐശു ഐശു എന്ന് വിളിക്കണ പോലെയല്ല, സ്നേഹത്തോടെ എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അല്ലേ. ഒരു 33 ചൊല്ലിക്ക്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി ربي جل الله حسبي 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 ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله إننا نرجو إلى
كأسي حوضك للعطاش يوم نشر كتابي يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله لا إله إلا الله لا إله إلا الله. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. ഈ കമന്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ്. എല്ലാവരുടെയും സങ്കടങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ വായിച്ചില്ലെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം കാണുന്നവനാണ്. കരുണക്കടലായ റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കട്ടെ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരെ പടച്ചവനെ നീ ഒരിക്കലും തളർത്തിക്കളയല്ലേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും സങ്കടങ്ങൾ നീ മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്, തിരുനോട്ടം തരണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം നീ കഴുകിക്കളയണേ അല്ലാഹ്. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, മുത്തുനബിയുടെ മദ്ഹുകൾ, നിന്റെ ഔലിയാഇന്റെ മദ്ഹുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് മനസമാധാനം തരണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ എന്തെല്ലാം മുറാദുകളുണ്ട് നിനക്കറിയാമല്ലോ റബ്ബേ. ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്. നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങൾ കടിമയാക്കല്ലേ അല്ലാഹ്. തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാഹ്. എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ മരിക്കുവോളം തൗഫീഖ് നൽകണേ അല്ലാഹ്. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജ്യം നടത്തുന്നൊരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആർക്കും നീ ഭാരമാക്കല്ലേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, നീ എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടും ഞങ്ങൾ വെറും നന്ദി കെട്ടവരാണല്ലോ അല്ലാഹ്. നന്ദി കെട്ടവരാണല്ലോ അല്ലാഹ്. ഈ കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തതിനാൽ കണ്ണിന്റെ കാഴ്ച കളയല്ലേ അല്ലാഹ്. അവയവങ്ങളുടെ ശേഷികൾ നീ എടുത്തു കളയല്ലേ അല്ലാഹ്. നന്ദി കെട്ടവരാണെങ്കിലും പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ തിരുദർശനം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. ഇണകളെ നന്നാക്കണേ അല്ലാഹ്. കള്ളുകുടിയന്മാരുണ്ട്, തോന്നിവാസികളുണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ട്. നേർവഴിയിലാക്കണേ അല്ലാഹ്. നേർവഴിയിലാക്കണേ അല്ലാഹ്. ഹറാമായ ബന്ധങ്ങളിൽ പോയി പെട്ടവരുണ്ട്. ഖൈറായ വഴി കാണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ ഹിദായത്തിലാക്കണേ അല്ലാഹ്. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ബാപ്പാടെയും ഉമ്മാടെയും പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാഹ്. +2 റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് പരീക്ഷകൾ എഴുതി
റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. യാ റബ്ബനാ നീ വിജയം നൽകണയല്ല, ഹൈറായ സ്ഥാപനങ്ങളിൽ നീ അഡ്മിഷൻ നൽകണയല്ല. കരുണക്കടലായ തമ്പുരാനെ, ദീനീ മാർഗത്തിൽ ജീവിച്ച് ദീനീ മാർഗത്തിലായി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും നീ തൗഫീക്ക് നൽകണയല്ല, മക്കൾക്കും തൗഫീക്ക് നൽകണയല്ല. യാ റബ്ബനാ ഞങ്ങളുടെ പൊന്നുമക്കൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പലതും ഞങ്ങൾ അറിയുന്നില്ല. അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവലേകണയല്ല, അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ നീ നൽകണയല്ല. കരുണക്കടലായ തമ്പുരാനെ, ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല. അറഫ ലഭിക്കുന്നവരിൽ, തർവിയ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണയല്ല. ഈ പരിശുദ്ധമായ രാവിൽ പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഭൂമിയിലിരുന്ന് ഈ മജ്‌ലിസിന് ആമീൻ പറയുന്നവരുണ്ട്, പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കിന്ന് തർവിയ രാവാണ്. യാ റബ്ബനാ അവരുടെ ദുആഇന്റെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണയല്ല, ഞങ്ങളെ നീ കബൂൽ ചെയ്യണയല്ല. അഅമാലുകളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല. പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബനാ യാ റബ്ബനാ ഒരുപാട് കോംപ്ലിക്കേഷൻസ് പറഞ്ഞവരുണ്ട്, ബാത്തുലാക്കണയല്ല. ഈ റിലീഫ് പദ്ധതിയിലേക്ക് കൈയഴിഞ്ഞ് സഹായിച്ചവരുണ്ട്. യാ റബ്ബനാ അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല, കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. യാ റബ്ബനാ സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. കുടുംബത്തിൽ സമാധാനം തരണയല്ല. വീടില്ലാത്തവരുണ്ട്, നീ ഹൈറായ ഭവനം കൊടുക്കണയല്ല. കച്ചവടമാകാത്ത സ്ഥലവുമായി കാത്തിരിക്കുന്നവരുണ്ട്, ഹൈറായ ജനങ്ങളുടെ മനസ്സ് നീ അടുപ്പിക്കണയല്ല. കടം കൊടുത്തത് തിരിച്ചു കിട്ടാനുണ്ട്, എളുപ്പമാക്കണയല്ല. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വേദനിക്കുന്നവരുണ്ട്, കടക്കെണിയിൽ പെട്ടുപോയവരുണ്ട്. എല്ലാ ഖജനാവും നിന്റെ കയ്യിലാണല്ലോ റബ്ബേ. കടങ്ങളെല്ലാം നീ വീട്ടണയല്ല. പരിശുദ്ധ മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണയല്ല. ഖബർ വിശാലമാക്കണയല്ല. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും പലരുടെയും ഖബറിലാണ്, ഖബറിൽ സന്തോഷം നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേയല്ല. നിന്റെ ത്വാഅത്തിൽ ആഫിയത്തോടെ ദീർഘായുസ് തരണയല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നീ തിരിച്ചു വിളിക്കല്ലേയല്ല. കുഞ്ഞുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേയല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ ആഫിയത്തോടെ തരണയല്ല. പടച്ചവനെ, നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ പൊന്നുമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്, താജ്ദാരേ മദീന സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരിടം തരണയല്ലാഹ്. എല്ലാം കഴിഞ്ഞ് കരുണക്കടലായ റബ്ബേ, നിന്നെ കാണാനോ വല്ലാത്ത കൊതിയാണ് അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.